മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ഡിവൈൻ ഗുഡ്നസ് ടിവിയുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ നിയോഗം തിന്മയുടെ അജ്ഞാത ശക്തിയിൽ ജീവിക്കുന്ന വളരെ വ്യക്തികളുണ്ട്. അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകിച്ച് വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. തിന്മയുടെ അജ്ഞാത ശക്തിയിൽ അമർന്നിരിക്കുന്നവർ, അവരെ അതിൽ നിന്ന് വിടുവിക്കാൻ കർത്താവിനോട് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അയച്ച് പ്രാർത്ഥിക്കാം. അമ്മയാണ് ഈ കൂട്ടായ്മയുടെ ശക്തി. ആ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായും അമ്മയുടെ മാധ്യസ്ഥ അയച്ച് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിന് നാം ഇപ്പോൾ കാതോൽക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വചനം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് വചനം ശ്രവിക്കുമ്പോൾ ബോധ്യത്തോടെ കർത്താവ് എന്താണ് എന്നോട് പറയുന്നത് എന്ന ആ ഒരു മനോഭാവത്തോടെ എന്നോടാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വചനത്തെ സ്വീകരിക്കേണ്ടത് എന്ന ബോധ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിനായിട്ട് കാതോർക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 2, തിരുവചനം 1 മുതൽ 12 വരെ. തിന്മയുടെ അജ്ഞാത ശക്തി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ തന്നെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം
അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെയെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വചനമല്ല. എന്നാൽ തിന്മയുടെ അജ്ഞാത ശക്തി നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സഭയുടെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുന്നവന് ആ അജ്ഞാത ശക്തി, തിന്മയുടെ അജ്ഞാത ശക്തി. അതിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ വചനം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടിയാണ്. ഈ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത്രമാത്രം വിശ്വാസത്തിന് ആഴമുള്ളവരെ ഒരിക്കലും അത് നശിപ്പിക്കുകയോ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആഴമില്ലാതെ വരുമ്പോഴാണ് ഈ അജ്ഞാതശക്തി നമ്മെ പിടികൂടുന്നത്, പ്രത്യേകിച്ച് തിന്മയുടെ അജ്ഞാതശക്തി നമ്മെ പിടികൂടുന്നത്. അതിന് പല വിധത്തിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന പല വ്യക്തികൾ പല ആശയങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കൊറോണ വന്നുപോയി, അതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നുപോയി, ഇനി എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്ന് ചിന്തിച്ച് വെറുതെ നമ്മൾ വിഷണ്ണരായിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു വ്യക്തതയുണ്ടാകും. അപ്പോൾ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് പല വ്യാജ പ്രവാചകന്മാരും കടന്നു വരും, അതിനെ വ്യാഖ്യാനിക്കും, അതിനെ വളച്ചൊടിക്കും. അങ്ങനെ തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ശക്തി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നവർക്ക് ഈ ശിക്ഷാവധിയിലൂടെ കടന്നു പോകേണ്ട യാതൊരു കാര്യമുണ്ടാവില്ല. അപ്പം അതിന് നാം എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്? ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ഈ തിന്മയുടെ ശക്തി. ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ദൈവമെന്ന് വിളിക്കപ്പെടും, ആരാധനാ വിഷയത്തിൽ കൂടുതൽ അവൻ ഇടപെടും, എന്നിട്ടോ എല്ലാറ്റിനെയും അവൻ എതിർക്കും, അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഇത് മനുഷ്യരാൽ നയിക്കപ്പെടുന്നതാണ്. എങ്ങനെ? പിശാച് മനുഷ്യരിലേക്ക് കടന്നു വന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം മനുഷ്യനിലേക്കല്ല നോക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണ്? അവനെന്ത് ചെയ്തു, അവളെന്ത് ചെയ്തു, അവരെല്ലാം അങ്ങോട്ട് പോയി, എന്നാൽ ഞാനും പോവുകയാണ്. അല്ലെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എന്നാൽ ഞാനും പ്രവർത്തിച്ചാലോ. അല്ലെങ്കിൽ ഇവിടെ യാതൊരു ഒന്നും കാണുന്നില്ല, പ്രകാശവും കാണുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യവും കാണുന്നില്ല. എന്തൊക്കെയോ വല്ലാത്ത ഒരു തിക്കുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ, അല്ല വേദനകൾ വരുമ്പോൾ, നാശങ്ങൾ കടന്നു വരുമ്പോൾ, ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രോഗമാണ് ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി, അല്ലെങ്കിൽ എന്നാ പറയുക ബ്രെയിൻ ട്യൂമർ. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പല രോഗങ്ങൾ. അതും നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നിന്നുണ്ടാകുന്ന രോഗം തന്നെയാണ് ഈ പറയുന്ന ഷുഗറിൻ്റെ അസുഖം, പ്രമേഹം. ഇപ്പം ഇങ്ങനെയുള്ള പല പല അസുഖങ്ങളും കടന്നു വരുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, ഇനി ഒരു കാര്യവുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം, അല്ലെങ്കിൽ അവൻ പറയുന്നത് ഇവൻ പറയുന്നത് അങ്ങോട്ട് പോയാലെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അത്ഭുതങ്ങളുടെ പുറകെയും അല്ലെ ഇതുപോലെ പിശാചിൻ്റെ അടിമത്തത്തിലേക്കൊക്കെ പോകുന്ന വളരെയധികം വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും
നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണുകളുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമുക്കും തോന്നും എന്തുകൊണ്ട് അങ്ങോട്ട് പോയാലോ എന്ന്. അങ്ങനത്തെ ഒരു ചിന്ത, അതാണ് തിന്മയുടെ അജ്ഞാത ശക്തി നമ്മെ മാടി വിളിക്കുക എന്ന് പറയുന്നത്. ഇത് പൗലോസ്ലീഹ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഓർക്കുക, വചനമിടയ്ക്ക് വായിക്കുമ്പോൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? കർത്താവ് നമ്മോട് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട് നാം എങ്ങനെ ആയിരിക്കണം. 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം, നിങ്ങളുടെ വിശ്വാസം സമർത്ഥമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വളരാൻ സാധിക്കണം, പരസ്പര സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ സാധിക്കണം. അപ്പോഴീ തിന്മയുടെ അജ്ഞാത ശക്തി നമ്മെ പിടികൂടില്ല. പക്ഷെ നാം ഓർത്തിരിക്കണം, ഈ അജ്ഞാത ശക്തി നമ്മെ പിടികൂടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ അജ്ഞാത ശക്തിയിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട അവസരത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധ്യമുണ്ടാകണം ജീവിതത്തിൽ. അതായത് ഞാൻ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തിന്മയുടെ അതിപ്രസരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് പല രൂപത്തിൽ, പല ഭാവത്തിലാണ് കടന്നു വരുന്നത്. അതായത് മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ, ലഹരി വസ്തുക്കളുടെ രൂപത്തിൽ, അല്ലെ ആഘോഷങ്ങളുടെ രൂപത്തിൽ, ആഘോഷത്തിൻ്റെ തിമർപ്പിൽ. കൊറോണയെല്ലാം കഴിഞ്ഞു, ഇനി കുഴപ്പമൊന്നുമില്ല. ആ കൊറോണ ആയിരുന്ന 2 വർഷ കാലഘട്ടത്തിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. ആ ആഘോഷങ്ങൾ പോയില്ല. അതുകൊണ്ട് അതിൻ്റെ 10 മടങ്ങ് ആഘോഷം ഇപ്പം നടത്തണം എന്നാഗ്രഹിച്ച് പലരും ആഘോഷങ്ങളുടെ പുറകെ പോകുന്നവരുണ്ട്. നമുക്ക് ആവശ്യത്തിന് ആഘോഷങ്ങളുടെ പുറകെ പോവുക എന്നുള്ളതല്ല, അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവരുടെ സന്തോഷത്തിലായിരിക്കുക, അവരുമായിട്ട് ഭക്ഷണം പങ്കുവയ്ക്കുക. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഓരോ നമ്മൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും. പക്ഷേ അത് വലിയ ആഘോഷങ്ങൾ, അതിൻ്റെ ആഘോഷത്തിൻ്റെ തിമിർപ്പിലേക്കൊക്കെ പോകുമ്പോൾ എന്തോ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പോലെ, സഹോദരങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ നാം വിചാരിക്കുന്നത് നാം ഇവരെല്ലാം വിളിച്ചുകൂട്ടി വലിയ സദ്യ നടത്തുക, അല്ല വലിയ വലിയ ആഘോഷ പരിപാടികൾ നടത്തുക. ഇതെല്ലാം നടത്തുമ്പോൾ എന്തോ സന്തോഷം ലഭിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊരു കൂട്ടായ്മയിലേക്ക് വരുന്നു എന്നൊക്കെ നാം ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ ഫലം ശരിക്കും പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ്? അത് കഴിഞ്ഞ് അവരങ്ങ് പോയി, പിന്നെ ഒരു ബന്ധവും ഇല്ല. ആ അവസ്ഥയിലേക്ക് പോകാതെ ഈ ആഘോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം, അതായത് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ, പരസ്പര ധാരണയിൽ, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വരാൻ സാധിക്കുക, സ്നേഹിക്കാൻ സാധിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക, ഏതെങ്കിലും വ്യക്തി ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പരാധീനതയുള്ളവരോ അല്ലെങ്കിൽ മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്നവരോ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ വളർന്ന് അവരെയും ദൈവത്തിലേക്ക് ഉണർത്താനായിട്ട്, അത് പ്രോത്സാഹനം നൽകാൻ, ഉത്സാഹത്തോടെ തീക്ഷ്ണതയുടെ ആയിത്തീരാൻ, വിശ്വാസത്തിൽ വളരാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും തീർച്ചയായും ഈ ആഘോഷങ്ങളിൽ നിന്നകന്ന് നിന്നിട്ട് അവരെ സഹായിക്കുന്ന ഒരു 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 ഉൾപ്രേരണ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. അല്ലാതെ ഈ തിന്മ എന്താണ് ഇവിടെ വരുന്നത്, അവൻ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്. അപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് വഴി മാറിയാൽ മാത്രം അവൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ടോ കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നന്മയിലായിരിക്കാൻ, തിന്മയുടെ വശത്തേക്ക് പോകാതിരിക്കാൻ, നന്മയിലായിരിക്കാൻ. തിന്മയുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരും. ദുഷ്ടൻ പന പോലെ വളരുമെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെയുള്ള ഈ പറയുന്ന ആഘോഷങ്ങൾ എല്ലാം കടന്നു വരും. ഇനി കൂടുതൽ അത് കടന്നു വരും. ആഘോഷങ്ങൾ അതിൻ്റെ തിമർപ്പായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ ഓർക്കുക, എൻ്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഇടവകയിൽ, അല്ലെ എൻ്റെ സഭാസമൂഹത്തിൽ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എങ്ങനെയാണ് ഞാൻ അത് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ ദൈവത്തെ മറന്നിട്ടോ
എൻ്റെ സഹോദരങ്ങളെ മറന്നിട്ടോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പട്ടിണി നടക്കുമ്പോഴായിരിക്കും നമ്മളിവിടെ വലിയ ആഘോഷം നടത്തുന്നത്. അപ്പോൾ ആഘോഷം നടത്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ആ പട്ടിണിക്കാരന് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരാഘോഷമാണ്. പാവപ്പെട്ടവനെ ഓർത്തിട്ട്, അല്ലെ രോഗികളെ ഓർത്തിട്ട് അവർക്കൊരു സഹായം ചെയ്യുക. അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ അവരെ വേണ്ടാന്നും പറഞ്ഞവരെ മാറ്റി നിർത്തുന്ന മനോഭാവം, അതിൽ നിന്ന് മാറി അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്കായിട്ട് ജീവിക്കുക. ഇങ്ങനെ നാം ജീവിക്കുമ്പോഴും ഈ തിന്മയുടെ അജ്ഞാത ശക്തി നമ്മിൽ നിന്ന് അകന്നു പോകും. കാരണം നാം ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും കുടുംബങ്ങൾ, ഏതെങ്കിലും സഭാ സമൂഹങ്ങൾ, അല്ലെ സമൂഹങ്ങൾ തന്നെ ഈ പറയുന്ന ദൈവശക്തിയിൽ നിന്ന് അകന്ന് തിന്മയുടെ ശക്തിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വിടുതൽ നൽകാൻ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദിവസം തന്നെ അവർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് തിന്മയുടെ അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ നിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി പ്രവർത്തിക്കാൻ നീ കടന്നു വരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അതിനായി അവർക്ക് എപ്പോഴും തൻ്റെ മാലാഖമാരാൽ, ദൈവദൂതന്മാരാൽ കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ. വ്യക്തികൾക്ക് കാവൽമാലാഖമാരെ അവരുടെ കൂടെ ഉണ്ടാകണമേ. മറ്റ് മാലാഖ വൃന്ദങ്ങളെ അവർക്ക് കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ. അതുപോലെ തന്നെ കർത്താവായ യേശുവേ, നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മാലാഖമാരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുഖ്യദൂതന്മാരായ ഗബ്രിയേൽ, റഫായേൽ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഖായേൽ മാലാഖ കടന്നു വന്ന്, ഈ 3 മാലാഖമാരും കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കോട്ട കെട്ടി സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അതിനായിട്ട് അവരെ അങ്ങ് അനുവദിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ. സകല വിശുദ്ധരെ ഞങ്ങളിതാ നിങ്ങളുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മകളെ നിങ്ങൾ എങ്ങനെയാണ് ചെറുത്തത് അതനുസരിച്ച് ചെറുക്കുവാനും, സഹനത്തിലൂടെയാണ് ചെറുക്കേണ്ടത്, വചനത്തിലൂടെയാണ് ചെറുക്കേണ്ടത്, സ്നേഹത്തിലൂടെയാണ് ചെറുക്കേണ്ടതെങ്കിൽ ആ തിന്മകളെ ചെറുത്ത് മുന്നേറുവാനുള്ള ശക്തിയും കൃപയും പ്രദാനം ചെയ്യുന്നതിനായി ഞങ്ങൾക്കായിട്ട് സകല വിശുദ്ധരെ, വന്ദകരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. തോമാശ്ലീഹായെ, വിശുദ്ധ യോഹന്നാനെ, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായ എല്ലാ സകല വിശുദ്ധരെ, അതുപോലെ ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മിൽ നിന്നും വിടുതൽ നൽകി നമ്മിൽ നിന്ന് അകന്നു പോകുന്ന വലിയൊരു അനുഭവത്തിലേക്കാണ് കടന്നു വരിക. അതുകൊണ്ട് ഇന്നേ ദിവസം ഒരു തിന്മയുടെ ശക്തിയെ നമ്മെ വന്ന് ആക്രമിക്കാതിരിക്കാൻ പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുവാൻ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നാം ഈ ലോകത്തിലുള്ള എല്ലാ വിശുദ്ധരോടും, ഭൂലോകത്തിലും സ്വർഗലോകത്തിലുമുള്ള എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ താവീശംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാത വിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഭവത്തിലേക്കാണ് നയിക്കുക.
ഈ അനുഭവം മറ്റുള്ളവർക്കും ലഭിക്കുവാനായിട്ട്, ദൈവസ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാൻ, അതുപോലെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ, നിങ്ങൾ മറ്റുള്ളവരെയും ഈ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് അവരെയും ക്ഷണിക്കുക. അവർക്കും ആ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് അവർക്കും കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അയച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. കാരണം പ്രാർത്ഥന ചോദിച്ച് തന്നെയാണ്, ആവശ്യപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് പോലെയാണ്. തീർച്ചയായും നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രാർത്ഥനകൾ ലഭിക്കുന്നതും കൂടുതൽ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും. അതുപോലെ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ പറയുന്ന ക്യാമറയ്ക്ക് പുറകിൽ വളരെയധികം പേര് ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്. അവരുടെ അധ്വാനം തീർച്ചയായും നമുക്കൊരു വലിയ നന്മയായിട്ടാണ് ഭവിക്കുന്നത്. തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് മരിയൻ കൂടാരം ഇവിടെയുണ്ട്. തീർച്ചയായും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കുന്നവരാണ് അനുദിനം. അപ്പോൾ അവരോട് അവരെയും സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടുതൽ അനുഗ്രഹം ഈ ദിവസം നമുക്ക് ലഭിക്കാനും ഈ തിന്മയുടെ ശക്തിയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുവാനും നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല ഒരു ദിവസം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.